ഗൈസ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഗേറ്റ് അടക്കുമ്പോൾ എനിക്ക് കാലിന് പണി കിട്ടി. ഗേറ്റ് വന്ന് കാലിൽ കൊണ്ട് നല്ല വേനട്ട് അവിടെ തോല് പൊളിഞ്ഞ് ഗൈസ്. ഞങ്ങളിപ്പോൾ എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാല് എനിക്ക് എൻഗേജ്മെന്റിന് ഡ്രസ്സ് എടുക്കണം. എനിക്ക് ഡ്രസ്സില്ല. അപ്പോൾ ജയലക്ഷ്മിയിലേക്കാണ് പോകുന്നത്. എനിക്കറിയില്ല, നിങ്ങൾക്ക് ഒട്ടും കേൾക്കാൻ പറ്റൂലേക്ക്, പക്ഷേ ജയലക്ഷ്മിയിലേക്കാണ് ഇപ്പം പോകുന്നത്. പെട്രോൾ അടിക്കുന്നത്. ഇപ്പം പെട്രോൾ അടിച്ചിട്ട് നമ്മൾ നേരെ ഫസ്റ്റ് പോകുന്നത് എനിക്ക് ഡ്രസ്സ് എടുക്കാനാണ്. എൻഗേജ്മെന്റിന് ഇടാൻ എനിക്ക് ഡ്രസ്സില്ല, ഒക്കെ പഴയതാണ്. സോ ജയലക്ഷ്മി പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡ്രസ്സ് നോക്കാനോ. അപ്പം ഇനി അവിടെ എത്തിയിട്ട് കാണിക്കാം. ഗൈസ്, ഇതാണ് ഞാൻ പഠിച്ച സ്കൂള്, സെന്റ് മൈക്കിൾസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഞങ്ങൾ ജയലക്ഷ്മി എത്തിയിട്ടുണ്ട്. ഇനി ഡ്രസ്സ് നോക്കട്ടെ. അമ്മ വരുന്നുണ്ട്. അമ്മ ഓൺ ദ വേ ആണ്. കുഞ്ഞുടുപ്പിൽ ജനിക്ക് പറ്റിയ കുഞ്ഞുടുപ്പുണ്ട് കേസ്. നമ്മൾ ഇവിടുന്ന് ഒരു പ്രാവശ്യം ജനിക്കെടുത്തേ. ഞാൻ അമ്മ ക്യൂട്ട്. ഡ്രസ്സ് നോക്കട്ടെ കേട്ടോ, എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞങ്ങളങ്ങനെ ഓരോ ഡ്രസ്സ് ഞാനിങ്ങനെ ഇട്ട് വെക്കാൻ വേണ്ടി എടുത്തു. ഇഷ്ടപ്പെട്ടൊരു 3 ഡ്രസ്സ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഓരോന്ന് ഇട്ട് വെക്കുകയാണ്. ഇതിൽ ഫസ്റ്റ് വൺ ബ്ലൂ കളർ എനിക്ക് ഇട്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി ഗൈസ്. പിന്നെ ഇട്ടതൊരു മഞ്ഞ പോലത്തെ ഒരു ചുരിദാർ. അതെനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. പിന്നെ ഈ ഓറഞ്ച് ഈ ഒരു ഡ്രസ്സാണ്. പക്ഷെ എനിക്ക് ഇതിൽ 3 വെച്ച് നോക്കുമ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ബ്ലൂ ആ. ഫസ്റ്റ് വൺ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ പിന്നെ ഞാൻ ഫൈനലായിട്ടുണ്ട് ഇതൊക്കെ നോക്കി അവസാനം ബ്ലൂ ഫിക്സ് ചെയ്തു. അങ്ങനെ ഋതുവിൻ്റെ അടുത്ത് ഡ്രസ്സ് മാറ്റാൻ പറഞ്ഞു. ഋതു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഋതു ഇട്ടത് ഇങ്ങനത്തെ ഒരു സംഭവമാണ്. പക്ഷെ ഓൾക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. കുറേ ഡൗട്ടും ഭയങ്കര ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇതെടുക്കണോ വേണ്ടേ. പിന്നെ ഓൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൾ പറഞ്ഞു എനിക്ക് തീരെ ഇഷ്ടമായില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓക്കെ ഫൈൻ അത് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അവൾ വേറെ കുറേ ഡ്രസ്സ് നോക്കി. പിന്നെ അവൾ വേറൊരു ഞാൻ മഞ്ഞ ചുരിദാർ ഇട്ടില്ലേ, അതിൻ്റെ ഒരു വയലറ്റ് കളർ ചുരിദാറാണ് അവൾ എടുത്തത്. അത് ഓൾക്ക് ഇഷ്ടമായത്. അത് പിന്നെ എനിക്ക് എടുക്കാനും പറ്റിയില്ല ഗൈസ്. ഇനി അടുത്ത നമ്മൾ അമ്മേൻ്റെ ഡ്രസ്സാണ് സെലക്ട് ചെയ്യുന്നത്. അമ്മക്ക് ഞാൻ 2-3 ചുരിദാർ എടുത്ത് അമ്മ ട്രൈ ചെയ്തു. ഇതെനിക്ക് അമ്മ ഇട്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി ഗൈസ്. അമ്മക്കും ഇഷ്ടമായി. അപ്പോൾ പിന്നെ വേറെ ഒന്നും ട്രൈ ചെയ്യണ്ട. പിന്നെ അമ്മ പറഞ്ഞു ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതും ട്രൈ ചെയ്തു. അങ്ങനെ ഇതിനെക്കാട്ടും ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് വൺ തന്നെ. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് വൺ എടുത്ത് അമ്മ ഇട്ടതിൻ്റെ. ഗൈസ്, ഞങ്ങൾ ഡ്രസ്സ് എടുത്തു. ഋതുവിൻ്റെ ഏതാ ബ്ലൂ എടുക്കുന്നത്? ആ വയലറ്റ്. ഋതു ഒരു വയലറ്റ് ചുരിദാർ. ഞാനൊരു എൻ്റെ ഡ്രസ്സിന് എന്താ പേര്? സറാറ. അതെടുത്തു. പിന്നെ അമ്മയ്ക്കൊരു ചുരിദാർ എടുത്തു. അത്രയും ടൈമായി ഗൈസ്. കാരണം എല്ലാം എടുത്തു. നമ്മൾ വന്നത് എപ്പോഴാണെന്ന് തന്നെ നമ്മൾക്ക് ഓർമ്മയില്ല. അതൊക്കെ എടുത്തു. ഇനി ബില്ല് ചെയ്യണം. അമ്മക്ക് ഡൗട്ടായി ഏതെടുക്കണം എന്ന്. കാരണം 2 നല്ല ഭംഗിയിലുണ്ടായിരുന്നു. പിന്നെ അച്ഛനോട് ചോദിച്ചാൽ അവസാനം ഫൈനലൈസ് ചെയ്തു. ഇവിടെ ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറയും. എന്ത് ചെയ്യണം? പീകോക്ക് ബ്ലൂ സറാറ. അമ്മയ്ക്ക് ചുരിദാർ. അമ്മയ്ക്ക് വെക്കും ചുരിദാർ തന്നെ എടുത്തത്. ഞാനാണ് സറാറ സാധനം എടുത്തത്. ആക്ച്വലി ഇവിടെ എനിക്ക് എടുക്കാനാണ് വന്നത്. ചുളിവിൽ 2 കൂടി എടുത്തു. എനിക്ക് എടുക്കാൻ വന്നവർ 3 ചുളിവിലെടുത്തു ഗൈസ്. അച്ഛനെ നേരത്തെ എടുത്ത് വെച്ചു. ഞങ്ങൾ ബില്ല് ചെയ്തിട്ട് വരാം. കുറച്ച് ഓൾട്ടർ ചെയ്യാനുണ്ട് എൻ്റെ കുറച്ച്.
പറഞ്ഞു അത് അടുത്തല്ല, അതല്ലേ ഇവിടെ അടുത്തേ. ആ അപ്പോൾ ഓൾട്ടർ ചെയ്യാനുണ്ടായിരുന്നു. സോ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഉണ്ട് ജയലക്ഷ്മി കൊടുക്കുന്നത്, അവിടെ കൊടുത്തതാണ്. ഞങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തു. പക്ഷേ നാളെ സാധനം കിട്ടും, ഓൾട്ടർ ചെയ്ത് കിട്ടാൻ നാളെ ഒരു രാവിലെ 10:30 വരാനാണ് പറഞ്ഞേ. അപ്പോഴേ സാധനം കയ്യിൽ കിട്ടും. യാ അപ്പോൾ ഇപ്പം ഇനി ഞങ്ങൾ ഒരു ചായയും കുടിച്ച് നൈസായിട്ട് വീട്ടിലേക്ക് പോകണം. അതാണ് കഥ. അപ്പം ഗായ്സ്, നിങ്ങൾക്ക് കേൾക്കും അറിയില്ല, ഞങ്ങളിവിടെ ഒരു ഫേമസ് സംഗീത് കൂൾ ബാർ ഉണ്ട്. ഇവിടെ ജയലക്ഷ്മിൻ്റെ അടുത്ത് തന്നെയാണ്, ഇവിടെ റെയിൽവേ സ്റ്റേഷൻ റോഡിലാണ് സംഗീത് കൂൾ ബാർ. നിങ്ങൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവിടുത്തെ ഫലൂദ ഫേമസ് ആണ് ഗൈസ്. ഇവിടെ ഫലൂദ കിട്ടില്ലനാ, മറ്റെങ്കിൽ ഫലൂദ അത്ര സീരിയസ്. ഇവിടുത്തെ ഫലൂദ ഞാൻ കഴിക്കും, എനിക്കിഷ്ടമാണ്. അപ്പം അത് കഴിക്കാൻ വന്നതാണ്. ഋതുവിന് ഫലൂദ കഴിക്കാൻ പറ്റില്ല, ബിക്കോസ് കോൾഡ് ഉണ്ട്. അതുകൊണ്ട് അവൾ ചായ, ഞാനൊരു ഐസ്ക്രീം സ്കൂപ്പ് വാങ്ങിച്ച് കഴിക്കും. ചായ വേണമെന്ന് പറഞ്ഞിട്ട് ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫലൂദക്ക് വെയിറ്റ് ചെയ്യാം, കുറേ ആയി ഇവിടെ വന്ന് കഴിച്ചിട്ട്. വന്നിട്ട് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഋതുവിനൊരു ചെരുപ്പ് എടുക്കാനും പോകണം ഗൈസ്. നേരത്തെ പറയാൻ ഫലൂദ വന്നു ഗൈസ്. ഇതാണ് ഗൈസ് ഇവിടുത്തെ ഫലൂദ. ഈ ഐസ്ക്രീം ഇല്ലേ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്. ഇനി ഞാൻ കഴിക്കട്ടെ. ഇത് പപ്സ് വാങ്ങിയപ്പം അടിപൊളി ടേസ്റ്റ്, നല്ല മുരിഞ്ഞ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ കഴിച്ചിട്ടില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ ഒരു പപ്സും കൂടി ഓർഡർ ചെയ്തു. അപ്പോൾ അവൾ ഒന്നുകൂടി ഓർഡർ ചെയ്തു, വീട്ടിലെ പപ്സ് കഴിച്ചു. അപ്പോൾ ഗൈസ് ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ടൊക്കെ ഇറങ്ങി. എന്നിട്ട് നേരെ SM സ്ട്രീറ്റ് പോയി ഇവക്ക് ചെരുപ്പ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഇവക്ക് ഹീൽസ് ആയിരുന്നു വേണ്ട, അപ്പം ഞങ്ങളിങ്ങനെ നോക്കുക. അങ്ങനെ അവൾക്കൊരു ചെരുപ്പ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ആ ചെരുപ്പ് എടുത്തു. ഇതാ അവൾ ട്രൈ ചെയ്യാൻ പോകും ഓരോ ചെരുപ്പ്. ചില സൈസ് അവൾ ട്രൈ ചെയ്യും, അവൾക്ക് ചെറുതായിരിക്കും, അതിൻ്റെ വലിയ സൈസ് അവിടെ ഉണ്ടാവില്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി. പിന്നെ അവസാനം ഫൈനലൈസ് ആയിട്ട് നമ്മളൊരു ചെരുപ്പ് എടുത്ത് വെച്ചു. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്, സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഈ ചെരുപ്പാണ് അവൾ എടുത്തത്. അവൾ എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഇട്ടൊക്കെ നോക്കുക, കണ്ടോ ഈ ചെരുപ്പൊക്കെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ വലിയ സൈസ് അവൾക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാൻ നേരത്തെ കണ്ട ആ ഒരു ഹീൽസ് അവൾ എടുത്തു ഗൈസ്. ഇതാ ഞാനിപ്പോൾ ഇതിലേക്ക് കാണാം നിങ്ങൾക്ക്, അതിൻ്റെ ഉള്ളിൽ കൂടെ അവൾ ഫോണിലൊക്കെ സംസാരിക്കുക ഗൈസ്. അതാ ഈ ചെരുപ്പാണ് ഞങ്ങൾ എടുത്തത്. ഇത് കറക്റ്റ് സൈസായിരുന്നു. ഇത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പിന്നെ ഇതെടുത്തു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, വേറെ ഒന്നുമില്ല ഈ വ്ളോഗിൽ. ഇതൊരു ഭയങ്കര എന്താ പറയുക, ഈ ഒരു ഡേ ഫുൾ ഷോപ്പിംഗ് ഡേ ആയിരുന്നു. അപ്പം ഇങ്ങനെ തന്നെ ഉള്ളൂ. ഇതിൻ്റെ ലാസ്റ്റ് എൻഡ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല, പിന്നെ ടൈമില്ലായിരുന്നു. സോ ദാറ്റ് അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അണ്ടിൽ മൈ നെക്സ്റ്റ് വ്ളോഗ്, സ്റ്റേ ട്യൂൺ. ടാറ്റാ, ബൈ ബൈ.